ആരാധ്യ പാടണം കേട്ടോ. അത് എനിക്ക് തോന്നുന്നു ഇവിടെ ഹരി പാടുന്നതായിരിക്കും. ഹരിയാണ് എന്റെ മലയാളവും തമിഴും ഒക്കെ പാടിയത്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് പാടാം. ആരാധ്യ എന്ന് പറഞ്ഞ പാടുന്നത് ഇവർ രണ്ടുപേരും കൂടി രണ്ടുപേരും പാടാം. അതായത് ഞാനത് വലിയ വലിയ സ്റ്റോറി ഉണ്ട്. ഈ രോഗിയെ ഒന്ന് ആംബുലൻസിൽ കയറി കൊണ്ട് പോവാനും. അതായത് നല്ല കാര്യം പറയാൻ വരുമ്പോ അതായത് ഈ പാട്ട് ഞങ്ങളൊരു പാതിരാത്രി റെക്കോർഡ് ചെയ്യുന്നു. വലിയ കഥയാണ്. അതെ, അതായത് ഞാൻ ഉറങ്ങി ഒരു 12:30 അപ്പം എന്നെ വിളിച്ചിട്ട് ഹരി എവിടെ ഉണ്ടെന്ന് ചോദിച്ചു. കൊച്ചിയിലുണ്ട്, നമുക്കൊരു സോങ് റെക്കോർഡ് ചെയ്തല്ലോ. ഞാൻ പറഞ്ഞു നാളെ നല്ല കാര്യമല്ലേ, അല്ല ഇപ്പൊ റെക്കോർഡ് ചെയ്യാം. അങ്ങനെ ഞാൻ നേരെ വണ്ടി എടുത്ത് ഷാമേട്ടൻ്റെ വീട്ടിൽ പോയി. ആരാധ്യ ഫസ്റ്റ്, എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഈ മൾട്ടി ലാംഗ്വേജ് ആണെങ്കിലും ഞാനാണ് ആരാധ്യ പാടുന്നത് ആദ്യം. അപ്പോൾ ഓൾറെഡി അദ്ദേഹം പാടി വെച്ചിട്ടുണ്ട്. പുള്ളിയാണെങ്കിൽ പൊളിച്ചടുക്കി പാടി വെച്ചേക്കുക, ഓൾറെഡി സിംഗർ ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞാനിത് പാടേണ്ട ആവശ്യമുണ്ടോ, കാരണം ഓൾറെഡി സൂപ്പറായിട്ട് പാടി വെച്ചിട്ടുണ്ട്. ഇല്ല ഹരി തന്നെ പാടണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു മിഡ് നൈറ്റ് അറൗണ്ട് 1 മണിക്കൊക്കെ ഇരുന്ന് തുടങ്ങി 2:30 വരെയൊക്കെ വർക്ക് ചെയ്ത് പിന്നെ റീവർക്ക് ചെയ്ത് അങ്ങനെ ഒരു സോങ് ആയിരുന്നു. പക്ഷെ ഫാന്റാസ്റ്റിക് കോമ്പോസിഷൻ. താങ്ക് യു. സൂപ്പർ സോങ്. അതിലൊരു ചെറിയ സാധനം എനിക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ പറയണം എന്നുണ്ടായിരുന്നു. അതിലൊരു സർഗം പോർഷൻ ഉണ്ട്, ക്ലാസിക്കൽ. അത് ആക്ച്വലി അവിടെ ഇരുന്നിട്ട് ഹരിയാണ് അത് എന്നെ ഹെൽപ്പ് ചെയ്ത് ഫ്രെയിം ചെയ്ത് തരുന്നത്. ഒരു വെളുപ്പിനെ ഒരു 2 AM 3 AM സമയത്ത്. ആ സമയത്ത് അവൻ വളരെ ഫ്രഷ് ആയിരുന്നു. ഈ ക്ലാസിക്കൽ പോർഷൻ തന്നെയാണ് എല്ലാ ലാംഗ്വേജിലും. അത് തന്നെയാണ് എല്ലാ മറ്റ് സിംഗേഴ്സ് എല്ലാവരും ഇത് തന്നെയാണ് അവര് റിപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം താങ്ക്സ് ടു ഹരി ഫോർ താങ്ക് യു.